അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷെ പിന്നെ ഒരു ക്ഷമ ചോദിച്ചു. അത് മറ്റേ ഓരോ പാട്ടിൽ തന്നെ ഒരാൾ പറഞ്ഞു കൊടുത്തതിന്. പക്ഷെ പച്ചക്കളവായി ഞാൻ പറഞ്ഞത്. എന്താ അവൻ്റെ പേര് മറന്നല്ലോ. അവൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അൻവർ. ഞാനല്ല, അതുകൊണ്ട് മാപ്പ് വെച്ച് വേണം. ഏതായാലും അൻവർ സാറോ, അൻവർ അടുത്ത രാജ്യസഭയ്ക്ക് പോലെ ആളാണ്, അറിയോ? ഇവിടെയൊക്കെ വിടും. അത് കളി മാറും മക്കളെ. തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു MP കേൾക്കുന്നുണ്ടാവും ഞാൻ. അത് അൻവറേ കാലം കോൺഗ്രസിൻ്റെ സഖ്യത്തിലേക്കുണ്ട്. അത് വിദൂരമല്ല. അല്ലെങ്കിൽ രാജ്യസഭ എന്തായാലും ഉറപ്പാണ്. ഒരു പാർട്ടിയിൽ സഖ്യമല്ലാതെ നിന്നാൽ വലിയ പ്രശ്നമാണ് അൻവറിന്. കാരണം 51 വട്ട വെട്ടിന്. ആരെ? ചന്ദ്രശേഖരന് 51 വെട്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 51 വെട്ട് വെട്ടണം. അപ്പോൾ എവിടെയൊക്കെ വെട്ടണം? എന്നൊക്കെയാണ് 1, 2, 3 ഇങ്ങനെ വെട്ടി ഇങ്ങനെ വരുമ്പം ഏകദേശം ഒരു കറിക്ക് വെട്ടണ മാതിരിക്കാരം അല്ലേ? കറിക്ക് നമ്മളൊക്കെ ഉണ്ടല്ലോ, കോഴിക്കടിയിൽ നിന്ന് കോഴി വാങ്ങിയാലേ ഞാനൊക്കെ പറഞ്ഞില്ല, വല്ല ഇതാക്കണ്ടല്ല, 3-4 കഷ്ണാക്കിയാൽ മതി അറിഞ്ഞാൽ. അത് ബിരിയാണി വെട്ട് വേറെ, കറിക്കൊരു വെട്ട് വേറെ, അൽഫാം ഉണ്ടാക്കാൻ വെട്ട് വേറെ അല്ലേ? പിന്നെ ചൊവ്വായ തിരിയാൻ വേറെ വെട്ട്. പല സൈസ് കോലത്തിലാണ് അതിൻ്റെ പരിപാടി. ഇവിടെ ചന്ദ്രശേഖരനെ 51 വെട്ടേ അല്ലേ? 51 വെട്ട് വരുമ്പോൾ എന്താ കറിക്കാൻ എനിക്ക് ഉണ്ട്. ബിരിയാണി വെട്ടല്ലേ? അൽഫാണെങ്കിൽ 2-3 പീസൊക്കെ ആക്കും പുള്ളിക്കാരൻ. ബിരിയാണി വെട്ടല്ലേ? ബിരിയാണി വെട്ടുമല്ല. ബിരിയാണി വെട്ട് പറഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി വെട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിന്നെ മുട്ടിൻ്റെ അവിടെ വിട്ട്, ചെണ്ണാൻ ഇവിടെ വിട്ട്, ചെസ്റ്റ് 2 ഹായിന് വിലക്കും അങ്ങനെയൊക്കെ വിട്ടാൽ. ചന്ദ്രശേഖരനെ വെട്ടിയതപ്പോൾ കറിക്ക് തന്നെയാണ്. ചക്ക. അപ്പം എന്ത് ചെയ്യുക? അന്ന് ചന്ദ്രശേഖരൻ്റെ പാട്ട് സഖ്യമല്ല തോന്നുന്നുണ്ട്, സ്വയമായിട്ട് നിന്നാണ് സംശയമുണ്ട് അല്ലേ? സ്വന്തം പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ചന്ദ്രശേഖരന് ആരോട് സഖ്യമല്ല തോന്നുന്നുണ്ട്. പിന്നെ ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമയാണ് പിന്നെ കോൺഗ്രസായിട്ടൊക്കെ സഖ്യം സംശയമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഒരു പിൻബലം ആവശ്യമാണ് നമുക്ക്. ഒരു പിൻബലം ആവശ്യം. ഏകനെ ഒറ്റയ്ക്ക് പൊരുതാൻ കഴിയില്ല. ഇപ്പോൾ നാട്ടിൽ എവിടെയായാലും കഴിയില്ല. ഇപ്പോൾ പിൻബലം വേണം. ഉണ്ടാക്കണില്ലെങ്കിൽ അൻവർ ഏറ്റവും നല്ലത് ഒരു സഖ്യം ഉണ്ടാക്കണം, നല്ലത് അൻവറിന്. കാരണം അൻവർ നോട്ടപ്പുള്ളിയാണ്. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ 1-2 ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഇലക്ഷനിൽ പഞ്ചായത്ത് തലത്തിലോ മുനിസിപ്പാലിറ്റി തലത്തിലോ ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ അൻവർ കാരണം അവർക്ക് സ്വീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എങ്ങനെ പോയിൻ്റ്? അൻവർ കാരണം അവർക്ക് സ്വീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടില്ല. മനസ്സിലായോ? അവർ കൊല്ലും, കൊന്നവരെയും കൊല്ലും. അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ നടന്ന കൊലപാതകം എങ്ങനെയാണ്? അവർ കൊല്ലും, കൊന്നവനെ കാണാൻ പിന്നെ കൊല്ലും. കുഞ്ഞിരാമന് വരെ ജയിലിൽ കള്ളി പുറത്തോട്ട് കണ്ടപ്പോൾ അവരെ വരെ ഇതാക്കി ലേശം കുത്തുന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ എല്ലാവരും കൊല്ലും. പാവങ്ങളാണ് ആ പാട്ടിലെ ജനങ്ങൾ, പാവങ്ങളാണ്. അവിടെ അൻവർ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് കോൺഗ്രസോ ഏതെങ്കിലും പാർട്ടിയിട്ടൊക്കെ സഖ്യത്തിലാണ് അൻവർ നല്ലതാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിന്നിലല്ല. അത് പിന്നെ കോൺഗ്രസ്സിലായാലും എല്ലാ പാർട്ടിയിലുണ്ട്. അവൻ പറഞ്ഞുതരാം, രാഷ്ട്രീയ കൊലപാതകം എല്ലാ പാർട്ടിയിലുണ്ട്. പകരത്തിന് പകരം ചിലപ്പോൾ കൊല്ലും. പക്ഷേ തുടക്കമാണ് പ്രശ്നം. ആ തുടക്കമിടുന്നത് ആരാണോ അവരാണ് പ്രശ്നക്കാർ. അപ്പോൾ അവർ പകരം കൊല്ലും. അൻവർ വരട്ടെ, അൻവർ ഉയർന്ന് വരട്ടെ. അങ്ങനെ തന്നെ രാഷ്ട്രീയപ്പെട്ടൊക്കെ ഉണ്ടാകട്ടെ. പലതും പോരേണ്ടി വരും, പലതും. മറ്റുള്ളവർക്കൊക്കെ രക്തസാക്ഷികളെ കാരണം അവരെന്നെ കൊല്ലുക, രക്തസാക്ഷിപ്പെട്ടാനിരിക്കുക. അപ്പം അൻവറിന് ദീർഘാശമൊക്കെ ഉണ്ടാകട്ടെ. എത്രയും പെട്ടെന്ന് സഖ്യത്തിലാകാൻ നോക്കുക. ഓക്കെ.